നമ്മളിപ്പോൾ ഇനി വരാൻ പോകുന്ന കളികളിൽ ഒരു ഫ്യൂച്ചറിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയാൽ ഇന്ത്യക്ക് വീണ്ടും ഒരു ഇന്ത്യയുടെ അവസ്ഥയിലേക്ക് എത്താൻ പറ്റുന്ന ദിലീപിന് തോന്നുന്നുണ്ട്? ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു പ്രശ്നം. ഈ കുറെ മാസത്തേക്ക് നമ്മൾ വൺ ഡേ ക്രിക്കറ്റ് കളിക്കില്ല. ഇപ്പൊ കോഹ്ലിയുടെ ഫോം തന്നെ ഇപ്പൊ ഈ സീരീസ് വരെ രോഹിത് ശർമ്മയും മികച്ച ഫോമിലായിരുന്നു. പക്ഷെ ഇവരുടെയൊക്കെ പ്രായം കാരണം പെട്ടെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല ഇപ്പൊ ഓഗസ്റ്റിൽ എങ്ങനത്തെ കോഹ്ലി ആയിരിക്കും വന്ന് കളിക്കാൻ പോണത്. എന്താ വെച്ചാൽ അത്രയും നീണ്ടൊരു ഗ്യാപ്പാണ്. ബോളിംഗ് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ VVS ലക്ഷ്മൺ മാറ്റങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. മറ്റേ ലോവർ 18 ലെവലിലൊക്കെ ഇപ്പൊ ഗുർജപ്നീത് സിംഗ് എന്നൊക്കെ പറഞ്ഞ് ബോളേഴ്സിനെ കളിപ്പിക്കുന്നുണ്ട്. അതെന്തുകൊണ്ട് ഇന്നലെ നമ്മൾ കണ്ട ഒരു വലിയൊരു കാര്യം, ഹൈറ്റുള്ള കൈൽ ജെയിംസിനെ പോലത്തെ ബോളർമാർ ഏത് പിച്ചായാലും അടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് അവർക്ക് ആ സ്ലോ ബോളും കട്ടേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ ആ ബോള് വരുന്നത് തന്നെ ഈ പല വിക്കറ്റും പോയത് ഫുള്ള് മിസ് ടൈം ചെയ്തിട്ടാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ബോളർ നിർബന്ധമാണ് ശരിക്കും. പൊക്കം മാത്രം പോരാ, ആ ഹിറ്റ് ഡെക്ക്, ആ ഹെവി ബോൾ എറിയണം ബോളർമാരായിരിക്കും. അപ്പൊ ഈ ഗുർജപ്നീത് സിംഗ്, ഗുർനൂർ ബ്രാർ അങ്ങനെ കുറച്ച് കളിക്കാരെ നോക്കുന്നുണ്ട് അവര് 18 ലെവലിൽ തന്നെ. അപ്പൊ എനിക്ക് തോന്നുന്നത് അടുത്ത സീരീസിന് മുമ്പ് ഒരു 2-3 പുതിയ കളിക്കാരെ നമ്മൾ കാണുന്നില്ല.